കേരളത്തിൽ ഒരിക്കൽ മുഴങ്ങിക്കേട്ട ഒരു താൽക്കാലിക ഹീറോയുടെ പേര് മാധ്യമങ്ങളിൽ വീണ്ടും എത്തുകയാണ്. നിയമവിരുദ്ധമായി സർവീസ് നടത്തിയ റോബിൻ ബസ് MVD തടഞ്ഞു. കാഞ്ഞിരപ്പള്ളി പാലാ റൂട്ടിൽ ഓടുന്ന ബസ് ഈരാറ്റുപേട്ടയിൽ വെച്ച് ഇന്നലെ രാത്രിയാണ് തടഞ്ഞത്. ബസ്സിന് പെർമിറ്റ് ഇല്ലെന്നാണ് MVD പറയുന്നത്. എന്നാൽ വണ്ടി സർവീസ് നടത്താൻ ആഗസ്റ്റ് 30 വരെ കോടതിയുടെ ഉത്തരവുണ്ടെന്നാണ് ഉടമയോ ഓപ്പറേറ്ററോ ഒക്കെയായ റോബിൻ ഗിരീഷിന്റെ വാദം. പെർമിറ്റിന്റെ പേരിൽ മോട്ടോർ വാഹന വകുപ്പിനോടും LDF സർക്കാരിനോടും ഏറ്റുമുട്ടിയതോടെയാണ് റോബിൻ ഗിരീഷ് അന്ന് വാർത്തകളിൽ ഇടം നേടിയത്. കോൺട്രാക്ട് കാരേജ് ബസ്സുകൾക്ക് ആളെ കയറ്റാൻ അധികാരമില്ലെന്നിരിക്കെ തുടർച്ചയായ പെർമിറ്റ് ലംഘനം ചൂണ്ടിക്കാട്ടി സർക്കാർ റോബിൻ ബസ്സിന് നിരവധി തവണ പിഴയിട്ടിരുന്നു. എന്നാൽ ഓൾ ഇന്ത്യ പെർമിറ്റ് ചട്ടങ്ങൾ പ്രകാരം സർവീസ് നടത്താനും ബോർഡ് വെച്ച് ആളെ കയറ്റാനും അവകാശം ഉണ്ടെന്ന് വാദിച്ച് ഗിരീഷ് നിരന്തരം നിയമ പോരാട്ടം നടത്തിയെങ്കിലും കോടതിയിൽ നിന്ന് അവസാനം തിരിച്ചടി നേരിടുകയും ചെയ്തിരുന്നു. ഇവിടുത്തെ ഗതാഗത നിയമം എന്നത് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളതാണ്, അല്ലാതെ റോബിൻ ഗിരീഷ് എന്ന ഒരാൾ പറയുന്നതല്ല ഇവിടുത്തെ നിയമം. അങ്ങനെ പെർമിറ്റ് വിഷയത്തിൽ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്വന്തമായി വകുപ്പും നിയമവും തേടി ഭരണകൂടത്തോടും കോടതിയോടും പോരാടി സത്യത്തിന് മുന്നിൽ തോറ്റുപോയ ഒരാളാണ് റോബിൻ ഗിരീഷ്. ഈ നാട്ടിലെ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ്, അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും വേണം. എന്നാൽ ഗിരീഷിന് അത് അംഗീകരിക്കാനും അനുസരിക്കാനും മടിയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന ലൈക്കുകൾ കണ്ട അദ്ദേഹം കോരിത്തെരിച്ചിരുന്നു. അങ്ങനെ വലിയൊരു ജനവിഭാഗത്തിന്റെ പിന്തുണ തനിക്കുണ്ടെന്ന് കരുതി സർക്കാരിനെയും നിയമത്തെയും നിരന്തരം വെല്ലുവിളിച്ച് റോബിൻ ബസ് ഓടിച്ചു. അങ്ങനെ MVD ഇതിന് പുറകെ ഓടിച്ചിട്ട് പിടിച്ച് ഫൈനുകളും കൊടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ നല്ല രീതിയിൽ ഇദ്ദേഹത്തിന് പണം നഷ്ടമാകുകയും ചെയ്തു. ചെയ്യുന്നത് നിയമലംഘനമാണെന്ന് അറിഞ്ഞിട്ടും തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ് പോലും ഈ ബസ് പിടിച്ചെടുത്തിട്ടും ഫാൻസിന്റെ സപ്പോർട്ടിൽ അയാൾ അതെല്ലാം മറന്നുപോയി. നാട്ടിലെങ്ങും സ്വീകരണമൊക്കെ ഉണ്ടായി. വലിയ ആൾക്കൂട്ടം ഗിരീഷ് ചേട്ടന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. ഓൺലൈനിലാണെങ്കിൽ അതിന്റെ 10 ഇരട്ടി ആളുകളും പിന്തുണക്കാനുണ്ടായിരുന്നു. എന്നാൽ ഇയാളുടെ ബസ്സിൽ കയറാൻ ആളുകൾ കുറവായിരുന്നു. അന്ന് ഗിരീഷ് ചേട്ടന് വേണ്ടി ഇറങ്ങിയവർ ഇന്നത്തെ മറ്റുള്ള പ്രൈവറ്റ് ബസ്സുകാരുടെ ദുരവസ്ഥ കണ്ടിട്ടും ഒന്നും മിണ്ടുന്നില്ല. ഇന്ന് പ്രൈവറ്റ് ബസ് വ്യവസായം സംരക്ഷിക്കാൻ ആളില്ലാതെ ആയിരിക്കും. രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ നടന്നവർക്ക് ഇപ്പോൾ പിന്തുണയില്ല. ഗിരീഷ് പോലും ഇപ്പോഴത്തെ പ്രൈവറ്റ് ബസ്സുകാരുടെ വയറ്റത്തടിച്ച നടപടിക്കെതിരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. കൂടെ നിന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ സപ്പോർട്ട് കണ്ടിട്ടാവണം ഗിരീഷ് ഇത്തവണ ഇലക്ഷനിലും കയറി മത്സരിച്ചു. റിസൾട്ട് വന്നപ്പോൾ ഗിരീഷ് ചേട്ടന് കിട്ടിയത് ആകെ 70 വോട്ടാണ്. MVDയെ തെറിവിളിച്ച അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ തെറിവിളിച്ച ആരാധകർ ഇപ്പോൾ മൗനത്തിലാണ്. റോബിൻ ബസ് ഫാൻസ് പോലത്തെ കുറെ ഐറ്റം നമ്മൾ നേരത്തെ കണ്ടതാണ്. ഡോക്ടർ രജിത് ഫാൻസ്, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഫാൻസ്, അഖിൽ മാരാർ ഫാൻസ്, പിന്നെ തെരുവുനായ ഫാൻസ്, ആനപ്പിണ്ടം ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം സീസണൽ ഫാൻസ് മാത്രമാണ്. എന്തായാലും ഇനിയൊരു റോബിൻ ഗിരീഷ് തരംഗം ഉണ്ടാകാൻ വഴിയില്ല. ഗിരീഷ് ചേട്ടൻ ഫൈനടിച്ച് പേപ്പറൊക്കെ ശരിയാക്കി നല്ല രീതിയിൽ തന്നെ ആ ബസ് ഓടിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.